പ്രിയരെ, സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയുള്ള അധ്യായങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞുവല്ലോ. ഇനി പഠിച്ചവ എത്രമാത്രം ആഴത്തിൽ മനസ്സിൽ പതിഞ്ഞു എന്ന് മനസ്സിലാക്കാനുള്ള മൂല്യനിർണയമാണ്. ഇതിനുവേണ്ടി വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഓപ്ഷനുകളോട് കൂടിയ 100 മാതൃകാ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഉത്തരങ്ങൾ ABCDയിൽ അവസാന ഭാഗത്തുണ്ട്. ഓപ്ഷനുകൾ പറയുന്ന സമയം കൊണ്ട് ഉത്തരങ്ങൾ OMR ഷീറ്റിൽ പേന കൊണ്ട് കറുപ്പിക്കുക. അവസാനം ഉത്തരങ്ങൾ എണ്ണി നോക്കി സ്വയം വിലയിരുത്തുക. എത്ര മാർക്ക് ലഭിച്ചു എന്ന് കമന്റ് ചെയ്യുമല്ലോ. ഇനി നേരെ ചോദ്യങ്ങളിലേക്ക്. 1. എന്ത് ഉണ്ടാകാതിരിക്കുക അസാധ്യമെന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? A. കലഹം, B. തിന്മ, C. പാപം, D. ദുഷ്പ്രേരണകൾ. 2. തെറ്റ് ചെയ്ത നിന്റെ സഹോദരൻ എന്ത് ചെയ്താലാണ് അവനോട് ക്ഷമിക്കുക എന്ന് യേശു ശിഷ്യരോട് പറഞ്ഞത്? A. മാപ്പ് പറഞ്ഞാൽ, B. തെറ്റ് ഏറ്റു പറഞ്ഞാൽ, C. പശ്ചാത്തപിച്ചാൽ, D. ക്ഷമ ചോദിച്ചാൽ. 3. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഏത് വൃക്ഷത്തോടാണ് ചൂടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുമെന്ന് യേശു പറഞ്ഞത്? A. അത്തിവൃക്ഷം, B. സിക്കമിൻ വൃക്ഷം, C. സിക്കമൂർ വൃക്ഷം, D. ഒലിവ് വൃക്ഷം. 4. കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തതുകൊണ്ട് ദാസനോട് ഡാഷ് പറയുമോ എന്നാണ് യേശു ശിഷ്യരോട് ചോദിച്ചത്? A. നന്ദി, B. കൃതജ്ഞത, C. അഭിനന്ദനം, D. കുറ്റം. 5. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശുവിനെ കണ്ട 10 കുഷ്ഠരോഗികൾ എവിടെ വച്ചാണ് സുഖം പ്രാപിച്ചത്? A. പുരോഹിതന്മാരെ തങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കാൻ പോകും വഴി, B. യേശു അവരെ തൊട്ടപ്പോൾ, C. യേശു അവരെ കണ്ടപ്പോൾ, D. യേശു അവർക്കായി പ്രാർത്ഥിച്ചപ്പോൾ. 6. യേശു സൗഖ്യമാക്കിയ 10 കുഷ്ഠരോഗികളിൽ തിരിച്ചു വന്ന് യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞവൻ ഏത് ദേശക്കാരനായിരുന്നു? A. ജെറുസലേംകാരൻ, B. സമരിയക്കാരൻ, C. ജെറീക്കോക്കാരൻ, D. ഗലീലിയക്കാരൻ. 7. നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ടെന്ന് യേശു ശിഷ്യരോട് പറഞ്ഞത് എന്താണ്? A. സ്വർഗരാജ്യം, B. നിത്യരാജ്യം, C. ദൈവരാജ്യം, D. സ്വർഗഭാഗ്യം. 8. ലോത്ത് സോദോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് എന്ത് പെയ്താണ് അവരെയെല്ലാം നശിപ്പിച്ചത്? A. തീമഴയും മിന്നലും, B. അഗ്നിയും വാളും, C. പേമാരിയും കാറ്റും, D. തീയും ഗന്ധകവും. 9. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം വയലിലായിരിക്കുന്നവൻ എവിടേക്ക് തിരിയരുതെന്നാണ് യേശു താക്കീത് നൽകുന്നത്? A. പിന്നിലുള്ള പറമ്പിലേക്ക്, B. പിന്നിലെ പുരയിലേക്ക്, C. പിന്നിലുള്ളവയിലേക്ക്, D. പിന്നിലുള്ള വയലിലേക്ക്. 10. വിശുദ്ധ ലൂക്ക 17-ാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളാണുള്ളത്? A. 5 ചോദ്യങ്ങൾ, B. 6 ചോദ്യങ്ങൾ, C. 7 ചോദ്യങ്ങൾ, D. 8 ചോദ്യങ്ങൾ. 11. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു ശിഷ്യന്മാരോട് പറഞ്ഞ ഉപമ ഏതാണ്? A. ഫരിസേയനും ചുങ്കക്കാരനും, B. ന്യായാധിപനും വിധവയും, C. അവിശ്വസ്തനായ കാര്യസ്ഥൻ, D. ധനവാനും ലാസറും. 12. വിധവയുടെ അപേക്ഷ എത്ര നാളാണ് ന്യായാധിപൻ ഗവനിക്കാതിരുന്നത്? A. ഒരാഴ്ച, B. 2 ആഴ്ച, C. 1 മാസത്തേക്ക്, D. കുറേ നാളത്തേക്ക്. 13. മനുഷ്യപുത്രൻ വരുമ്പോൾ എവിടെ വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് യേശു ചോദിക്കുന്നത്? A. സ്വർഗത്തിൽ, B. ലോകത്തിൽ, C. ഭൂമിയിൽ, D. നരകത്തിൽ. 14. ഫരിസേയന്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ എന്തിൻ്റെയൊക്കെ ദശാംശം കൊടുക്കുന്നതായിട്ടാണ് ഫരിസേയൻ പ്രാർത്ഥിച്ചത്? A. താൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും, B. തൻ്റെ ആടുമാടുകളുടെ, C. തൻ്റെ സകല സമ്പത്തിൻ്റെയും, D. സകല സ്വത്തുക്കളുടെയും. 15. ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? A. കരഞ്ഞുകൊണ്ട്, B. മാറത്തടിച്ചുകൊണ്ട്, C. വിലപിച്ചുകൊണ്ട്, D. പശ്ചാത്താപത്തോടെ. 16. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ഡാഷ് സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. പൂരിപ്പിക്കുക. A. നിത്യത, B. സ്വർഗരാജ്യം, C. നിത്യരാജ്യം,
ഡി ദൈവരാജ്യം. 17 നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് യേശുവിൻ്റെ അടുക്കൽ വന്ന അധികാരിയോട് എന്തറിയാമല്ലോ എന്നാണ് യേശു ചോദിച്ചത്. എ പ്രമാണങ്ങൾ, ബി കൽപ്പനകൾ, സി മോശയുടെ നിയമങ്ങൾ, ഡി ദൈവകൽപ്പനകൾ. 18 നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച് യേശുവിൻ്റെ അടുക്കൽ വന്ന അധികാരിയോട് യേശു പറഞ്ഞ മൂന്നാമത്തെ പ്രമാണം ഏതാണ്? എ കള്ളസാക്ഷ്യം നൽകരുത്, ബി വ്യഭിചാരം ചെയ്യരുത്, സി മോഷ്ടിക്കരുത്, ഡി കൊല്ലരുത്. 19 അധികാരിയോട് തനിക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്ത ശേഷം തന്നെ അനുഗമിക്കാൻ യേശു പറഞ്ഞത് കേട്ടപ്പോൾ അധികാരി എന്തു ചെയ്തു? എ വളരെ വിഷമിച്ചു, ബി വളരെ ദുഃഖിച്ചു, സി വളരെ വ്യസനിച്ചു, ഡി വളരെ ഖേദിച്ചു. 20 ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് യേശുവിനോട് പറഞ്ഞതാരാണ്? എ സക്കേവൂസ്, ബി യാക്കോബ്, സി യോഹന്നാൻ, ഡി പത്രോസ്. 21 യേശു എവിടെ സമീപിച്ചപ്പോഴാണ് ഒരു കുരുടൻ വഴിയരികിൽ ഇരുന്ന് ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നത്? എ സമരിയായിൽ, ബി ജെറീക്കോയിൽ, സി ജെറുസലേമിൽ, ഡി ഗലീലിയിൽ. 22 കാഴ്ച ലഭിച്ച ജെറീക്കോയിലെ കുരുടൻ യേശുവിൻ്റെ പിന്നാലെ പോയത് കണ്ട എല്ലാവരും എന്താണ് ചെയ്തത്? എ ദൈവത്തെ സ്തുതിച്ചു, ബി ദൈവത്തെ മഹത്വപ്പെടുത്തി, സി ദൈവത്തെ ആരാധിച്ചു, ഡി ദൈവത്തെ വണങ്ങി. 23 യേശുവിനെ കാണാൻ വേണ്ടി സക്കേവൂസ് കയറിയിരുന്ന മരത്തിൻ്റെ പേരെന്താണ്? എ സിക്കമിൻ മരം, ബി അത്തിമരം, സി സിക്കമൂർ മരം, ഡി ഒലിവ് മരം. 24 ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇത് ആരോട് പറഞ്ഞതാണ്? എ യേശു എല്ലാവരോടും, ബി യേശു ജനക്കൂട്ടത്തോട്, സി യേശു ശിഷ്യന്മാരോട്, ഡി യേശു സക്കേവൂസിനോട്. 25 എവിടെയായിരുന്നപ്പോഴാണ് യേശു 10 നാണയത്തിൻ്റെ ഉപമ പറഞ്ഞത്? എ ജെറുസലേമിന് സമീപം, ബി ജെറീക്കോയ്ക്ക് സമീപം, സി സമരിയായ്ക്ക് സമീപം, ഡി യൂദായ്ക്ക് സമീപം. 26 യേശു പറഞ്ഞ 10 നാണയത്തിൻ്റെ ഉപമയിൽ ദൂരദേശത്തേക്ക് പോയ പ്രഭു എന്ത് സ്വീകരിച്ചാണ് തിരിച്ചു വന്നത്? എ ചക്രവർത്തി പദവി, ബി രാജപദവി, സി ശ്രേഷ്ഠ പദവി, ഡി വിശിഷ്ട പദവി. 27 യേശു പറഞ്ഞ 10 നാണയത്തിൻ്റെ ഉപമയിൽ യജമാനനെ ഭയമായിരുന്നത് ഏത് ഭൃത്യനാണ്? എ ഒന്നാമന്, ബി വേറൊരുവന്, സി മറ്റൊരുവന്, ഡി രണ്ടാമന്. 28 അവനിൽ നിന്ന് ആ നാണയമെടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക. ഇത് ആരോട് പറഞ്ഞതാണ്? എ യേശു ചുറ്റും നിന്നിരുന്നവരോട്, ബി യേശു ശിഷ്യന്മാരോട്, സി പ്രഭു ചുറ്റും നിന്നിരുന്നവരോട്, ഡി പ്രഭു തൻ്റെ പൗരന്മാരോട്. 29 ബത്ഫഗെ, ബഥാനിയ എന്നിവ എവിടെയുള്ള സ്ഥലങ്ങളാണ്? എ ജെറുസലേമിലുള്ള സ്ഥലങ്ങൾ, ബി യൂദായ്ക്ക് അരികിലുള്ള സ്ഥലങ്ങൾ, സി ഒലിവ് മലയ്ക്ക് അരികിലുള്ള സ്ഥലങ്ങൾ, ഡി സമരിയായ്ക്ക് അരികിലുള്ള സ്ഥലങ്ങൾ. 30 ജെറുസലേം പ്രവേശനത്തിനു വേണ്ടി യേശു പട്ടണത്തോടടുത്ത് ഒലിവ് മലയുടെ ചരിവിന് സമീപമെത്തിയപ്പോൾ ആരാണ് തങ്ങൾ കണ്ട അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത്? എ ജനം മുഴുവൻ, ബി ജനക്കൂട്ടമെല്ലാം, സി സ്ത്രീജനം മുഴുവൻ, ഡി ശിഷ്യഗണം മുഴുവൻ. 31 ഇപ്പോൾ ജെറുസലേം പട്ടണത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എന്ത് മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? എ സത്യത്തിൻ്റെ മാർഗങ്ങൾ, ബി നീതിയുടെ മാർഗങ്ങൾ, സി സ്നേഹത്തിൻ്റെ മാർഗങ്ങൾ, ഡി സമാധാനത്തിൻ്റെ മാർഗങ്ങൾ. 32 ജെറുസലേമിൽ വെച്ച് യേശു ദിവസവും പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എവിടെയാണ്? എ ദേവാലയത്തിൽ, ബി സിനഗോഗിൽ, സി സമതലത്തിൽ, ഡി മരുപ്രദേശത്ത്. 33 വിശുദ്ധ ലൂക്ക 19-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന ഇസ്രായേൽ പൂർവ്വപിതാവാരാണ്? എ അബ്രാഹം, ബി മോശ, സി യാക്കോബ്, ഡി ജോസഫ്. 34 ജനമെല്ലാം യോഹന്നാൻ ആരെന്നാണ് വിശ്വസിച്ചിരുന്നത്? എ പുരോഹിതനാണെന്ന്, ബി ഒരു പ്രവാചകനാണെന്ന്, സി
ദൈവപുരുഷനാണെന്ന്, ഡി ദൈവദാസനാണെന്ന്. 35 മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമ യേശു പറഞ്ഞത് ആരോടാണ്? എ ശിഷ്യന്മാരോട്, ബി ഫരിസേയരോട്, സി ജനങ്ങളോട്, ഡി നിയമജ്ഞരോട്. 36 മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് അതിൻ്റെ ഉടമസ്ഥൻ അയച്ച ആരെയാണ് കൃഷിക്കാർ അടിക്കുകയും അപമാനിക്കുകയും വെറും കൈയോടെ തിരിച്ചയച്ചത്? എ ആദ്യ ഭൃത്യനെ, ബി വേറൊരുവനെ, സി മൂന്നാമതൊരുവനെ, ഡി മറ്റൊരു ഭൃത്യനെ. 37 യേശു പറഞ്ഞ മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമയിൽ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവസാനം അയച്ചത് ആരെയാണ്? എ തൻ്റെ ഏകജാതനെ, ബി തൻ്റെ ഏകപുത്രനെ, സി തൻ്റെ പുത്രനെ, ഡി തൻ്റെ പ്രിയപുത്രനെ. 38 ആരൊക്കെയാണ് യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്? എ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും, ബി ഫരിസേയരും നിയമജ്ഞരും, സി പ്രധാന പുരോഹിതന്മാരും ജനങ്ങളും, ഡി ഫരിസേയരും പുരോഹിതന്മാരും. 39 ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ? ഈ ചോദ്യം യേശുവിനോട് ചോദിച്ചത് ആരാണ്? എ നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ, ബി ഫരിസേയർ, സി ജനപ്രമാണികൾ, ഡി പ്രധാന പുരോഹിതന്മാർ. 40 യേശു ആവശ്യപ്പെട്ടിട്ട് നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ കാണിച്ച ഒരു ധനാറയിൽ സീസറിൻ്റെ എന്താണ് ഉണ്ടായിരുന്നത്? എ ചിത്രം, ബി രൂപം, സി ലിഖിതം, ഡി രൂപവും ലിഖിതവും. 41 വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് ആരെന്നാണ് യേശു പറഞ്ഞത്? എ ഈ ലോകത്തിലെ മക്കൾ, ബി അന്ധകാരത്തിൻ്റെ മക്കൾ, സി ഈ ഭൂമിയിലെ സന്താനങ്ങൾ, ഡി ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ. 42 വിശുദ്ധ ലൂക്ക 20:38 ദൈവത്തിന് നൽകുന്ന വിശേഷണം എന്താണ്? എ ജീവന്റെ ദൈവം, ബി സർവശക്തനായ ദൈവം, സി സ്വർഗസ്ഥനായ ദൈവം, ഡി ജീവിക്കുന്നവരുടെ ദൈവം. 43 കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു എന്ന് കാണുന്ന പഴയ നിയമ ഭാഗം ഏതാണ്? എ സുഭാഷിതങ്ങൾ 25:10, ബി സുഭാഷിതങ്ങൾ 31:1, സി സങ്കീർത്തനങ്ങൾ 110:1, ഡി സങ്കീർത്തനങ്ങൾ 69:15. 44 വിരുന്നുകളിൽ എന്ത് ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിയമജ്ഞർ എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? എ പ്രമുഖ സ്ഥാനങ്ങൾ, ബി അഗ്രാസനങ്ങൾ, സി ഒന്നാം സ്ഥാനം, ഡി വിശിഷ്ട സ്ഥാനം. 45 ജെറുസലേം ദേവാലയത്തിലെത്തിയ യേശു കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? എ ജനങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ബി ധനികർ നേർച്ചയിടുന്നത്, സി ഫരിസേയർ പ്രാർത്ഥിക്കുന്നത്, ഡി ഫരിസേയർ നേർച്ചയിടുന്നത്. 46 ക്ലേശങ്ങളുടെ ആരംഭത്തിൽ ആദ്യം സംഭവിക്കേണ്ടത് എന്താണെന്നാണ് യേശു പറയുന്നത്? എ യുദ്ധങ്ങളും കലഹങ്ങളും, ബി മഹാമാരിയും കൊടുങ്കാറ്റും, സി പകർച്ചവ്യാധികളും മാറാരോഗങ്ങളും, ഡി പ്രകൃതിക്ഷോഭങ്ങൾ. 47 ശിഷ്യന്മാരുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത എന്തൊക്കെ ശിഷ്യന്മാർക്ക് യേശു നൽകുമെന്നാണ് യേശു പറഞ്ഞത്? എ അറിവും ജ്ഞാനവും, ബി ശക്തിയും ധൈര്യവും, സി ധനവും ബലവും, ഡി വാക്ചാതുരിയും ജ്ഞാനവും. 48 യേശുവിൻ്റെ നാമനിമിത്തം ശിഷ്യന്മാരെ എല്ലാവരും എന്ത് ചെയ്യുമെന്നാണ് യേശു പറഞ്ഞത്? എ സ്നേഹിക്കും, ബി പീഡിപ്പിക്കും, സി ദേഷിക്കും, ഡി ദ്രോഹിക്കും. 49 ശിഷ്യന്മാരെ ഒറ്റിക്കൊടുക്കുമെന്ന് യേശു മൂന്നാമത് പറയുന്നത് ആരാണ്? എ മാതാപിതാക്കന്മാർ, ബി ബന്ധുമിത്രങ്ങൾ, സി സഹോദരർ, ഡി സ്നേഹിതർ. 50 ജെറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ യൂദയായിലുള്ളവർ എവിടേക്ക് പലായനം ചെയ്യട്ടെ എന്നാണ് യേശു പറഞ്ഞത്? എ പർവ്വതങ്ങളിലേക്ക്, ബി മരുഭൂമിയിലേക്ക്, സി വിജനപ്രദേശത്തേക്ക്, ഡി തെരുവിലേക്ക്. 51 എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിവസങ്ങളിൽ ജനം എങ്ങനെ വീഴുമെന്നാണ് യേശു പറഞ്ഞത്? എ കുന്തത്താൽ, ബി വാൾമുനയാൽ, സി വാൾത്തലയേറ്റ്, ഡി കുന്തമുനയേറ്റ്.
52 മനുഷ്യപുത്രന്റെ ആഗമന സമയത്ത് കടലിന്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനപദങ്ങളിൽ ഉളവാക്കുന്നത് എന്താണ്? എ. ഭയം, ബി. ആകുലത, സി. സംഭ്രമം, ഡി. ആശങ്ക. 53 അത്തിമരവും മറ്റു മരങ്ങളും തളിർക്കുമ്പോൾ നിങ്ങൾ എന്തറിയുന്നു എന്നാണ് യേശു പറഞ്ഞത്? എ. വർഷകാലം അടുത്തിരിക്കുന്നു, ബി. വസന്തകാലം അടുത്തിരിക്കുന്നു, സി. ശരത്കാലം അടുത്തിരിക്കുന്നു, ഡി. വേനൽക്കാലം അടുത്തിരിക്കുന്നു. 54 കുരിശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞ എത്ര വാക്യങ്ങളാണ് ലൂക്കാ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? എ. 2 വാക്യങ്ങൾ, ബി. 3 വാക്യങ്ങൾ, സി. 5 വാക്യങ്ങൾ, ഡി. 7 വാക്യങ്ങൾ. 55 സുഖലോലുപത ഡാഷ് ജീവിത വ്യഗ്രത എന്നിവയിൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. എ. വ്യഭിചാരം, ബി. ഭക്ഷണപ്രിയം, സി. വീഞ്ഞ്, ഡി. മദ്യാസക്തി. 56 എപ്പോഴാണ് ജനം മുഴുവൻ യേശുവിൻ്റെ വാക്ക് കേൾക്കാൻ ദേവാലയത്തിൽ യേശുവിൻ്റെ അടുത്ത് വന്നിരുന്നത്? എ. അതിരാവിലെ, ബി. പ്രഭാതത്തിൽ, സി. സായാഹ്നത്തിൽ, ഡി. രാത്രിയിൽ. 57 ജെറുസലേമിലായിരിക്കുമ്പോൾ യേശു രാത്രികളിൽ വിശ്രമിച്ചിരുന്നത് എവിടെയാണ്? എ. ദേവാലയത്തിൽ, ബി. ഒലിവുമലയിൽ, സി. മരുഭൂമിയിൽ, ഡി. ഗലീലിയായിൽ. 58 പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളിൻ്റെ മറ്റൊരു പേരെന്താണ്? എ. കൂടാരത്തിരുന്നാൾ, ബി. പെസഹ തിരുനാൾ, സി. വിളവെടുപ്പ് തിരുനാൾ, ഡി. ബലിത്തിരുനാൾ. 59 പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നെങ്കിലും അവർ ഭയപ്പെട്ടത് ആരെയാണ്? എ. ജനങ്ങളെ, ബി. ശിഷ്യന്മാരെ, സി. ജനക്കൂട്ടത്തെ, ഡി. പട്ടണത്തിലുള്ളവരെ. 60 പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനത്തിൽ എന്തിനെയാണ് ബലി കഴിക്കേണ്ടിയിരുന്നത്? എ. കുഞ്ഞാടിനെ, ബി. പെസഹ കുഞ്ഞാടിനെ, സി. ഊനമറ്റ മുട്ടാടിനെ, ഡി. ഊനമറ്റ കുഞ്ഞാടിനെ. 61 ആരൊക്കെയാണ് യേശുവിനും ശിഷ്യന്മാർക്കും വേണ്ടി പെസഹ ഒരുക്കിയത്? എ. യാക്കോബും യോഹന്നാനും, ബി. പത്രോസും യാക്കോബും, സി. പത്രോസും യോഹന്നാനും, ഡി. യോഹന്നാനും ക്ലെയോപ്പാസും. 62 യേശുവും അപ്പസ്തോലന്മാരും എപ്പോഴാണ് പെസഹ ഭക്ഷണത്തിനിരുന്നത്? എ. സായാഹ്നത്തിൽ, ബി. രാത്രിയിൽ, സി. സമയമടുത്തപ്പോൾ, ഡി. സമയമായപ്പോൾ. 63 പെസഹ ഭക്ഷിക്കുന്നതിന് പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തതിന് ശേഷം യേശു എന്താണ് പറഞ്ഞത്? എ. ഇത് വാങ്ങി നിങ്ങൾ കുടിക്കുവിൻ, ബി. ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ, സി. ഇത് വാങ്ങി നിങ്ങൾ പാനം ചെയ്യുവിൻ, ഡി. ഇത് വാങ്ങി നിങ്ങൾ പങ്കിടുവിൻ. 64 അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. ഇതിൻ്റെ വാക്യം ഏതാണ്? എ. ലൂക്ക 22:10, ബി. ലൂക്ക 22:17, സി. ലൂക്ക 22:20, ഡി. ലൂക്ക 22:27. 65 നിശ്ചയിക്കപ്പെട്ടതുപോലെ ആര് പോകുന്നു എന്നാണ് യേശു പറഞ്ഞത്? എ. ക്രിസ്തു, ബി. യേശു, സി. ദൈവപുത്രൻ, ഡി. മനുഷ്യപുത്രൻ. 66 വിജാതിയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ എന്ത് അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? എ. ആധിപത്യം, ബി. നിയമം, സി. ഭാരമുള്ള നുകം, ഡി. അധികാരം. 67 അപ്പസ്തോലന്മാരിൽ അധികാരമുള്ളവൻ ആരെപ്പോലെ ആയിരിക്കണമെന്നാണ് യേശു അവരോട് പറഞ്ഞത്? എ. അധികാരമില്ലാത്തവരെ പോലെ, ബി. ശുശ്രൂഷകനെ പോലെ, സി. ശിശുക്കളെ പോലെ, ഡി. പരിചാരകനെ പോലെ. 68 യേശുവിൻ്റെ പരീക്ഷകളിൽ യേശുവിനോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നത് ആരൊക്കെയെന്നാണ് യേശു പറഞ്ഞത്? എ. ജനങ്ങൾ, ബി. വിജാതിയർ, സി. ഫരിസേയർ, ഡി. അപ്പസ്തോലന്മാർ. 69 ശിമയോനെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചത് ആരെന്നാണ് യേശു പറഞ്ഞത്? എ. ചെകുത്താൻ, ബി. പിശാച്, സി. ദുരാത്മാവ്, ഡി. സാത്താൻ. 70 നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. ഇങ്ങനെ യേശു പറഞ്ഞത് ആരോടാണ്? എ. പത്രോസിനോട്, ബി. യോഹന്നാനോട്,
സി യാക്കോബിനോട്, ഡി ക്ലയോപ്പാസിനോട്. 71. എന്തൊക്കെ അപ്പസ്തോലന്മാർ എടുക്കട്ടെ എന്നാണ് യേശു ഗെത്സമേനിൽ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് പറഞ്ഞത്? എ പണം സഞ്ചി, ബി മടിശീല ഭാണ്ഡം, സി വാൾ കുപ്പായം, ഡി പണം വാൾ. 72. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിനെന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എവിടെ വച്ചാണ്? എ ഗലീലിയായിൽ വെച്ച്, ബി ജെറുസലേമിൽ വെച്ച്, സി ഒലിവ് മലയിൽ വെച്ച്, ഡി ദേവാലയത്തിൽ വെച്ച്. 73. പെസഹ ഭക്ഷണത്തിന് ശേഷം യേശു എവിടേക്കാണ് പോയത്? എ ജെറുസലേമിലേക്ക്, ബി ഗലീലിയയിലേക്ക്, സി എമ്മാവുസിലേക്ക്, ഡി ഒലിവ് മലയിലേക്ക്. 74. ഗെത്സമനിൽ വെച്ച് യേശുവിനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട ശേഷം യേശു എന്തിലാണ് മുഴുകിയത്? എ ഉപവാസത്തിൽ, ബി ധ്യാനത്തിൽ, സി തീവ്രവേദനയിൽ, ഡി തീവ്ര ദുഃഖത്തിൽ. 75. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവൻ എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്ന ജനക്കൂട്ടത്തിൻ്റെ മുൻപിൽ നടന്നിരുന്നത് ആരാണ്? എ പുരോഹിതർ, ബി യൂദാസ്, സി നിയമജ്ഞർ, ഡി പടയാളികൾ. 76. ഇത് നിങ്ങളുടെ സമയമാണ്, അന്ധകാരത്തിൻ്റെ ആധിപത്യവും. യേശു ഇത് പറഞ്ഞത് എവിടെ വച്ചാണ്? എ ഗെത്സമേനിൽ വെച്ച്, ബി ഗലീലിയയിൽ വെച്ച്, സി ജെറുസലേമിൽ വെച്ച്, ഡി എമ്മാവൂസിൽ വെച്ച്. 77. ഗെത്സമേനിൽ വെച്ച് യേശുവിനെ പിടിച്ച് അവർ ആദ്യം കൊണ്ടുപോയത് എവിടേക്കാണ്? എ പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക്, ബി ന്യായാധിപ സംഘത്തിലേക്ക്, സി ജനപ്രമാണികളുടെ സംഘത്തിലേക്ക്, ഡി ഹെരോദേസിൻ്റെ അടുത്തേക്ക്. 78. യേശുവിനെ പത്രോസ് രണ്ടാമത് തള്ളിപ്പറഞ്ഞത് എവിടെ വച്ചാണ്? എ ഹെരോദേസിൻ്റെ വീട്ടിൽ വെച്ച്, ബി പ്രധാനാചാര്യൻ്റെ വീട്ടിൽ വെച്ച്, സി പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച്, ഡി പുരോഹിത പ്രമുഖൻ്റെ വീട്ടിൽ വെച്ച്. 79. യേശുവിനെ അധിക്ഷേപിച്ച് യേശുവിനെതിരായി പലതും പറഞ്ഞതാരാണ്? എ പടയാളികൾ, ബി യേശുവിന് കാവൽ നിന്നിരുന്നവർ, സി പുരോഹിത പ്രമുഖൻ, ഡി നിയമജ്ഞർ. 9. ജനപ്രമാണികളുടെ സംഘം യേശുവിനോട് ചോദിച്ച ആദ്യ ചോദ്യം എന്താണ്? എ നീ ക്രിസ്തുവാണോ, ബി നീ ആരാണ്, സി അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ, ഡി നീ യൂതന്മാരുടെ രാജാവാണോ. 81. ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിന്ന് യേശുവിനെ എവിടേക്കാണ് കൊണ്ടുപോയത്? എ ഹെരോദേസിൻ്റെ വീട്ടിലേക്ക്, ബി ജനപ്രമാണികളുടെ മുൻപിലേക്ക്, സി പീലാത്തോസിൻ്റെ മുൻപിലേക്ക്, ഡി ഹെരോദേസിൻ്റെ മുൻപിലേക്ക്. 82. യേശുവിന് പീലാത്തോസ് ആദ്യം വിധിച്ച ശിക്ഷ എന്താണ്? എ മുൾക്കിരീടം, ബി ചാട്ടവാറടി, സി കുരിശു ചുമക്കൽ, ഡി ചമ്മട്ടി കൊണ്ടടി. 83. പീലാത്തോസ് യേശുവിനെ ഹെരോദേസിൻ്റെ അടുത്തേക്ക് അയക്കുമ്പോൾ ഹെരോദേസ് എവിടെയാണ് ഉണ്ടായിരുന്നത്? എ ഗലീലിയിൽ, ബി ശമരിയായിൽ, സി ഒലിവ് മലയിൽ, ഡി ജെറുസലേമിൽ. 84. യേശുവിനെ പീലാത്തോസിൻ്റെ അടുത്തു നിന്ന് ജനക്കൂട്ടം കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്തു നിന്ന് ആ വഴി വന്നതാരാണ്? എ കിറയനേക്കാരൻ ശിമയോൻ, ബി അരിമത്യാക്കാരൻ ജോസഫ്, സി മഗ്ദലന മറിയം, ഡി പത്രോസ്. 85. അന്ന് അവർ എന്തിനോട് ഞങ്ങളുടെ മേൽ വീഴുക എന്ന് പറയാൻ തുടങ്ങുമെന്നാണ് യേശു ജെറുസലേം പുത്രിമാരോട് നാലാമത് പറഞ്ഞത്? എ കുന്നുകളോട്, ബി പർവ്വതങ്ങളോട്, സി മലകളോട്, ഡി മരങ്ങളോട്. 86. യേശുവിനെ അവർ കുരിശിൽ തറയ്ക്കുകയും യേശുവിൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിടുകയും ചെയ്തപ്പോൾ ജനം എന്താണ് ചെയ്തത്? എ ജനം കണ്ടുനിന്നു, ബി ജനം പകച്ചു നിന്നു, സി ജനം നോക്കി നിന്നു, ഡി ജനം ഭയന്നു. 87. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ അപരനോട് അവൻ ഇന്ന് യേശുവിനോടുകൂടി എവിടെ ആയിരിക്കുമെന്നാണ് യേശു പറഞ്ഞത്? എ ദൈവരാജ്യത്തിൽ, ബി തൻ്റെ രാജ്യത്തിൽ, സി സ്വർഗത്തിൽ, ഡി പർദീസായിൽ. 88. ഈ സംഭവമെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്ന ആരാണ് ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞത്? എ ശതാധിപൻ, ബി ജനക്കൂട്ടം, സി യോഹന്നാൻ, ഡി ജോസഫ്.
89 യേശുവിന്റെ ശരീരം കുരിശിൽ നിന്ന് താഴെ ഇറക്കിയത് ആരാണ്? എ യോഹന്നാൻ, ബി അരിമത്യായിലെ ജോസഫ്, സി ശതാധിപൻ, ഡി പത്രോസ്. 90 അന്ന് ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു, സാബത്തിന്റെ ആരംഭവുമായിരുന്നു. ഇതിന്റെ വാക്യം ഏതാണ്? എ ലൂക്ക 23:44, ബി ലൂക്ക 23:47, സി ലൂക്ക 23:54, ഡി ലൂക്ക 23:56. 91 ഗലീലിയിൽ നിന്നുള്ള സ്ത്രീകൾ യേശുവിന്റെ കല്ലറയിൽ അവർ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി പോയത് ആഴ്ചയുടെ എത്രാം ദിവസമാണ്? എ ആദ്യ ദിവസം, ബി രണ്ടാം ദിവസം, സി മൂന്നാം ദിവസം, ഡി അഞ്ചാം ദിവസം. 92 യേശുവിന്റെ കല്ലറയുടെ അകത്ത് കിടന്ന ഗലീലിയിലെ സ്ത്രീകൾ കർത്താവായ യേശുവിന്റെ ശരീരം കാണാത്തതിനെക്കുറിച്ച് അമ്പരന്ന് നിൽക്കവേ അവർക്ക് പ്രത്യക്ഷപ്പെട്ടത് ആരാണ്? എ 2 മാലാഖമാർ, ബി 2 ദൈവദൂതന്മാർ, സി 2 കർത്താവിന്റെ ദൂതന്മാർ, ഡി തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച 2 പേർ. 93 കല്ലറയിങ്കൽ നടന്ന സംഭവങ്ങൾ തിരിച്ചു ചെന്ന് 11 പേരെയും മറ്റെല്ലാവരെയും അറിയിച്ച സ്ത്രീകളുടെ കൂട്ടത്തിൽ ലൂക്കാ സുവിശേഷത്തിൽ പറയാത്തത് താഴെയുള്ളവരിൽ ആരാണ്? എ മറിയം, ബി യോവാന്ന, സി സലോമി, ഡി മഗ്ദലന മറിയം. 94 എമ്മാവൂസ് ജെറുസലേമിൽ നിന്ന് എത്ര അകലെയായിരുന്നു? എ ഏകദേശം 30 സ്താദിയോൺ, ബി ഏകദേശം 40 സ്താദിയോൺ, സി ഏകദേശം 60 സ്താദിയോൺ, ഡി ഏകദേശം 70 സ്താദിയോൺ. 95 ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? ഇത് യേശുവിനോട് ചോദിച്ചത് ആരാണ്? എ പത്രോസ്, ബി ക്ലയോപ്പാസ്, സി യോഹന്നാൻ, ഡി യാക്കോബ്. 96 യേശു ആരെ മോചിപ്പിക്കാനുള്ളവൻ എന്ന് തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതായാണ് ക്ലയോപ്പാസ് യേശുവിനോട് പറഞ്ഞത്? എ പാവികളെ, ബി ഇസ്രായേലിനെ, സി അടിമകളെ, ഡി യഹൂദരെ. 97 ഉദ്ധിതനായ ശേഷം യേശു ആദ്യം താമസിച്ച സ്ഥലം ഏതാണ്? എ എമ്മാവൂസ്, ബി ജെറുസലേം, സി നസ്രത്ത്, ഡി കഫർനാം. 98 ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ത് ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? എ പാപമോചനത്തിനുള്ള അനുതാപം, ബി അനുതാപത്തിന്റെ സുവിശേഷം, സി പാപമോചനത്തിനുള്ള സുവിശേഷം, ഡി പാപമോചനത്തിനുള്ള മാനസാന്തരം. 99 ഉദ്ധിതനായ യേശു പ്രത്യക്ഷനായപ്പോൾ ശിഷ്യന്മാർ യേശുവിന് ആദ്യമായി കൊടുത്ത ഭക്ഷണം എന്താണ്? എ 1 കഷ്ണം അപ്പം, ബി 1 കഷ്ണം വറുത്ത മീൻ, സി 5 അപ്പക്കഷ്ണങ്ങൾ, ഡി 2 വറുത്ത മീൻ. 100 എവിടെ വച്ചാണ് ഉദ്ധിതനായ യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടത്? എ ബെത്സൈദ, ബി ബഥാനിയ, സി എമ്മാവൂസ്, ഡി ജെറുസലേം.